ചെരുപ്പില്ലാതെ മേൽമുണ്ട് മാത്രം ധരിച്ച് ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന സന്യാസി, കളരി അഭ്യാസി, സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ, ഹൈന്ദവ സംഘടനകളുമായി അടുത്ത ബന്ധം. സ്വാമി ഗംഗേശാനന്ദ എന്ന ശ്രീഹരി സ്വാമിയുടെ അറിയപ്പെടാത്ത പൂർവ്വകഥകൾ കുറേയുണ്ട്. എന്നാൽ ജനനേന്ദ്രിയം മുറിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിലൂടെ 2017 സ്വാമിയെക്കുറിച്ച് നമ്മൾ കൂടുതലായി കേട്ടത്. അന്നുയർന്നു വന്ന ലൈംഗിക പീഡന പരാതി, പിന്നീട് പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള ആരോപണം, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, പല അട്ടിമറികളും മൊഴിമാറ്റവും ഉൾപ്പെടെ കണ്ട ഗംഗേശാനന്ദയ്ക്കെതിരായ ലൈംഗിക പീഡന കേസ് ഒടുവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് ഈ കേസിൽ കോടതിയിൽ സംഭവിച്ചത്? സ്വാമിയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതാണോ? അങ്ങനെയെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം നെടുങ്കുന്നത്തെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഹരികുമാറിൻ്റെ ജനനം. പിന്നീട് ചായക്കടക്കാരനിൽ നിന്നും ആത്മീയ വഴി തേടിയുള്ള യാത്ര. അങ്ങനെ ഒരു പൂർവ്വകാല കഥ പറയാനുണ്ട് ശ്രീഹരി എന്ന സ്വാമി ഗംഗേശാനന്ദയ്ക്ക്. ചട്ടമ്പി സ്വാമികളുടെ സ്ഥലം സംരക്ഷിക്കാൻ നടത്തിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതോടെ ഹൈന്ദവ സംഘടനകളുടെ പ്രിയങ്കരനായി. പക്ഷെ പിന്നീട് ഒരൊറ്റ ദിവസം കൊണ്ട് സ്വാമി ഗംഗേശാനന്ദ വിവാദ നായകനായി മാറുകയായിരുന്നു. ജനനേന്ദ്രിയം മുറിച്ച സംഭവം, ലൈംഗിക ആരോപണം, അങ്ങനെ കേസും പ്രശ്നങ്ങളും നിയമ നടപടികളും നേരിട്ട 9 വർഷങ്ങൾ. 2017 ഗംഗേശാനന്ദയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിൽ പല അട്ടിമറികളും മൊഴിമാറ്റവും കണ്ടതാണ്. നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിന് ശേഷം സ്വാമിക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുൻ DGP ബി സന്ധ്യയ്ക്ക് അതിൽ പങ്കുണ്ടെന്നും ഗംഗേശാനന്ദ ആരോപിക്കുന്നു. നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് സ്വാമി ഗംഗേശാനന്ദയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധിയുണ്ടായത്. ഗംഗേശാനന്ദയുടെ ഹർജി പരിഗണിച്ച കോടതി FIR റദ്ദാക്കുകയായിരുന്നു. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഗംഗേശാനന്ദ പ്രതികരിച്ചു. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മുൻ DGP ബി സന്ധ്യയ്ക്ക് തന്നോടുള്ള വൈരാഗ്യമാണ് കള്ളക്കേസിന് കാരണമെന്നും ഗംഗേശാനന്ദ ന്യൂസ് 18 പറഞ്ഞു. ഇത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഞാൻ നേരിടേണ്ടി വന്ന ഒരു ദുര്യോഗമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാരണവശാലും ആരെയും പ്രത്യേകം ഇത് കേസ് തള്ളാൻ വേണ്ടിയോ സ്വാധീനിക്കാൻ വേണ്ടിയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച തന്നോട് പോലീസ് അടക്കം ക്രൂരമായാണ് പെരുമാറിയതെന്നും ഗംഗേശാനന്ദ കുറ്റപ്പെടുത്തി. അസഹ്യമായ വേദന 80% മുറിഞ്ഞെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നത്. അസഹ്യമായ വേദനയാണ്. ഞാൻ സ്ട്രെച്ചറിൽ പോലും കയറാതെ ഈ രക്തം ഒലിപ്പിച്ചുകൊണ്ട് നടന്നാണ് ആശുപത്രിയിലൂടെ കാഷ്വാലിറ്റി ചെന്ന് കിടക്കുന്നത്. ഇവരൊന്നും ചെയ്യുന്നില്ല, ദുഷ്ടമാതിരി പോലീസുകാർ. അവസാനം ഞാൻ പറഞ്ഞത് ഇതെന്തെങ്കിലും ഇവർക്ക് ചെയ്യണ്ടേ, വേദന എടുക്കല്ലേ എനിക്ക്. അപ്പൊ പറഞ്ഞു ഞാൻ സ്വയം ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഉന്മാദാവസ്ഥ ഞാൻ ചെയ്തെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. 2017 മെയ് 19 പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ണമ്മൂലയിലുള്ള വീട്ടിൽ വെച്ച് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചത്. വീടിന് പുറത്തേക്ക് ഓടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തു. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യ മൊഴിയിലും പെൺകുട്ടി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് പെൺകുട്ടി വ്യക്തമാക്കി. സ്വയം ലിംഗഛേദം ചെയ്തതാണെന്ന് സ്വാമി മൊഴി നൽകുകയും ചെയ്തു. പിന്നീട് നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്ന തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയതാണെന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യൻ കൊല്ലം സ്വദേശി അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം എതിർത്തതാണ് കേസിന് ഇടയാക്കിയ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തി. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സ്വാമിക്കെതിരെയും ലിംഗഛേദനത്തിന് പെൺകുട്ടിക്കും ആൺസുഹൃത്ത് അയ്യപ്പദാസിനെതിരെയും വ്യത്യസ്ത കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പരിഷ്കൃത സമൂഹമെന്ന് കരുതുന്ന കേരളത്തിൽ മിശ്രവിവാഹങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. നമ്മുടെ നാടിൻ്റെ മതേതരത്വ സംസ്കാരത്തെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടാകാം വടക്കേന്ത്യയിൽ നിന്ന് മൊണാലിസയും ഫർമാൻ ഖാനും ഇവിടെ അഭയം തേടിയെത്തിയത്.
ജാതിയും മതവും നോക്കാതെ പ്രണയിച്ച രണ്ടുപേരുടെ വിവാഹത്തിന് മലയാളി സമൂഹം എല്ലാ പിന്തുണയും നൽകി. എന്നാൽ പിന്നീട് കണ്ട പുകില് ചെറുതൊന്നുമല്ല. ലവ് ജിഹാദ് ആരോപണം, പെൺകുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട വിവാദം, ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച. ഒടുവിൽ മൊണാലിസ തൻ്റെ നേരിട്ട് വിശദീകരണം നൽകിയിട്ടും വിവാദം കെട്ടടങ്ങുന്നില്ല. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചുവെന്ന് ആരോപിച്ച് മൊണാലിസയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. മകളെ ലവ് ജിഹാദിൻ്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫോസ്ലയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. മധ്യപ്രദേശിലെ മണ്ഡലേശ്വര DSPക്കാണ് ഇവർ പരാതി നൽകിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാൻ എന്നയാൾ മകളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. മകളുടെ വിവാഹം അറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. മകളെ ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. നിരപരാധിയും പ്രായപൂർത്തിയാകാത്തവളുമാണ്. ഏതോ തീവ്ര മുസ്ലിം സംഘടന അവളെ ലവ് ജിഹാദ് കെണിയിൽ കുടുക്കിയിരിക്കുകയാണെന്ന് സംശയിക്കുന്നു. മകളെപ്പോഴും അവളുടെ അമ്മയോട് അനുസരണയുള്ളവളായിരുന്നു. അവൾക്കൊരിക്കലും സ്വന്തം വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. കുറ്റവാളിയായ ഫർമാൻ ഖാൻ അവളെ വിവാഹം കഴിക്കാൻ പ്രലോഭിപ്പിച്ചു. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മാതാപിതാക്കളുടെ പരാതിയിൽ ആരോപിക്കുന്നു. അതേസമയം മൊണാലിസ ഫോസ്ലയെ മരുമകളായി സ്വീകരിക്കില്ലെന്ന് ഭർത്താവ് ഫർമാൻ ഖാന്റെ പിതാവ് ജാഫർ അലി വ്യക്തമാക്കിയിരുന്നു. ഇതരമാസ്തിയായതിനാൽ ഈ വിവാഹം അംഗീകരിക്കില്ലെന്നും കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് ഇത് വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പ് പൂവാറിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോഴായിരുന്നു മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം. മതപരമായ വേർതിരിവുകൾക്കപ്പുറം സ്നേഹത്തിന് പ്രാധാന്യം നൽകി അരിമാനൂർ നയനാർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പിതാവ് തന്റെ സമ്മതമില്ലാതെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ച് കാമുവിനൊപ്പം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ മൊണാലിസ അന്ന് വൈകിട്ടാണ് ഫർമാനെ വിവാഹം കഴിച്ചത്. തനിക്ക് വിവാഹപ്രായമായിട്ടുണ്ടെന്നും മൊണാലിസ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാക്കിയിട്ടവരെ കണ്ടാൽ ഏത് ക്രിമിനലും പേടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇപ്പോൾ പോലീസിന് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. അത്രയധികം വെല്ലുവിളികൾക്കിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. പ്രതിയെ പിടികൂടാൻ പോകുമ്പോൾ ആക്രമണത്തിന് ഇരകളാകുന്ന അവസ്ഥ, ഭീഷണി, അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടി വരാം. മലപ്പുറം പരപ്പനങ്ങാടിയിൽ അക്രമാസക്തനായ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ CIക്ക് നേരെ ആക്രമണം ഉണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. ആക്രമണത്തിൽ CIയുടെ ഇടതുകൈക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരപ്പനങ്ങാടി കുപ്പിവളവിൽ വെച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയ അക്രമിയെ അനുനയിപ്പിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ CIയെ പൊട്ടിയ ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ CIയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമാസക്തനായ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് പരപ്പനങ്ങാടി CI സ്റ്റെപ്റ്റോ ജോണിന് കുത്തേറ്റത്. പിന്നീട് അദ്ദേഹത്തെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായാണ് പ്രാഥമിക വിവരം. സംഭവത്തിന് ശേഷം ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങളിൽ സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വാട്സാപ്പ് കോളിൽ യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നിൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസ് മുറി.
ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയിൽ നിന്നാണെന്ന് അറിയിച്ചാണ് വിളി. കേൾക്കുമ്പോഴേ ആരും ഒന്ന് പേടിച്ചു പോകുമല്ലേ. കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിനിയായ 68-കാരിയുടെ ഫോണിലേക്ക് വന്ന വാട്സാപ്പ് കോളിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മക്കൾ വിദേശത്തായതിനാൽ തനിച്ചാണ് ഈ വീട്ടമ്മയുടെ താമസം. അതിനാൽ തന്നെ പോലീസ് വേഷം കണ്ടതോടെ അവർ ഭയന്നു വിറച്ചു. പിന്നീട് തട്ടിപ്പ് സംഘം പറഞ്ഞതനുസരിച്ച് 27 ലക്ഷം രൂപ നൽകാൻ ബാങ്കിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് വലിയ തട്ടിപ്പിൻ്റെ ചുരുളഴിച്ചത്. ഇതുപോലുള്ള സൈബർ തട്ടിപ്പുകളിൽ കുടുങ്ങാതെ ജാഗ്രത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കോട്ടയം കഞ്ഞിക്കുഴിയിൽ തനിച്ചു താമസിക്കുന്ന വയോധികയുടെ ഫോണിലേക്ക് 3 ദിവസം മുൻപാണ് വീഡിയോ കോൾ എത്തിയത്. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് യൂണിഫോം ധരിച്ച വ്യാജ പോലീസ് ഉദ്യോഗസ്ഥരാണ് വിളിച്ചത്. നിങ്ങളുടെ അക്കൗണ്ടിലൂടെ അനധികൃത പണമിടപാടുകൾ നടന്നതിന്റെ രേഖകൾ പിടിച്ചെടുത്തെന്നും കേസ് നടപടികൾ ആരംഭിച്ചെന്നും അവർ അറിയിച്ചു. അതോടെ ഭയന്നുപോയ വീട്ടമ്മയെ കൊണ്ട് അവർ ഫോണിൽ അയച്ചു നൽകിയ ലിങ്ക് തുറപ്പിച്ചു. ഇനി മുതൽ നിങ്ങൾ ലൈവ് അറസ്റ്റിലാണ്. മറ്റാരുമായും ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഉടൻ 27 ലക്ഷം രൂപ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണം. ബാങ്കിലെത്തുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഭൂമി വാങ്ങാനെന്ന് പറഞ്ഞാൽ മതിയെന്നും നിർദ്ദേശം നൽകി. വ്യാജ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീട്ടിൽ വെർച്വൽ അറസ്റ്റിലായിരുന്ന 68-കാരി 3-ാം ദിവസം രാവിലെ 27 ലക്ഷം രൂപ പിൻവലിക്കാനായി കോട്ടയം നാഗമ്പടത്തെ ആക്സിസ് ബാങ്കിലെത്തി. ഇടപാടിൽ സംശയം തോന്നിയ ബാങ്ക് ഉദ്യോഗസ്ഥർ കോട്ടയം സൈബർ പോലീസുമായി ബന്ധപ്പെട്ടു. ഉടൻ പോലീസ് ബാങ്കിലെത്തി സ്ത്രീയെയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് പോലീസ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോഴേക്കും തട്ടിപ്പ് സംഘം ലൈവിൽ നിന്നും അപ്രത്യക്ഷമായി. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ ഫോൺ കോളുകൾ ലഭിച്ചാൽ ഉടൻ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണമെന്നും സൈബർ പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. ന്യൂസ് 18 കോട്ടയം. പരീക്ഷയിൽ ജയിക്കാനായി കോപ്പിയടിക്കുന്ന ചില ബിരുദന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പരീക്ഷയിൽ വിജയിക്കാൻ ആൾമാറാട്ടം നടത്തുന്ന സംഭവം കേരളത്തിൽ അത്ര കേട്ടുകേൾവിയില്ലാത്തതാണ്. കാസർഗോഡ് +2 പരീക്ഷ നടക്കുന്നതിനിടെ ടീച്ചർമാർക്ക് തോന്നിയ സംശയമാണ് ഈ ആൾമാറാട്ട കഥ പുറത്തു കൊണ്ടുവന്നത്. മൊഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയെ അടിമുടി പരിശോധിച്ചതോടെ അയാൾ പിടിക്കപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കേസിൽ മുഹമ്മദ് മുക്താർ എന്ന യുവാവ് അറസ്റ്റിലായിരുന്നു. +2 പൊതുപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയെന്ന പരാതിയിലാണ് കുമ്പള പോലീസ് 2 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയിലാണ് സംഭവം. സ്കൂൾ പ്രിൻസിപ്പൽ VS ബിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ബംബ്രാണ അഡ്യത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് മുക്താറാണ് അറസ്റ്റിലായത്. പരീക്ഷ എഴുതേണ്ടിയിരുന്ന വിദ്യാർത്ഥിയുടെ അറിവോടെയും സഹകരണത്തോടെയുമാണ് ആൾമാറാട്ടം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഭവത്തിൽ വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ സംശയം തോന്നിയ അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തു വന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനായി വിദ്യാർത്ഥിയുടെയും അറസ്റ്റിലായ യുവാവിന്റെയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്ന് പോലീസ്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരത്തിലുള്ള കേസുകളിൽ കർശനമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവാദുലിനെ കൊലപ്പെടുത്താൻ പണം പിരിച്ചത് ആരൊക്കെയാണ്? ഇതിനായി നിരോധിത സംഘടനകളുടെ ഫണ്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അലുവാദുൽ കൊലപാതകത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു.
നിരോധിത സംഘടനകളുടെ ഫണ്ട് അതുൽ വധക്കേസ് പ്രതികൾക്ക് ലഭിച്ചോ എന്നറിയാൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് ജയിലിനുള്ളിലും വധഭീഷണി ഉണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഗുണ്ടാ നേതാവ് അലുവാദുലിനെ കൊലപ്പെടുത്തിയ സംഘത്തിന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്ന് മാറ്റി. ജയിലിനകത്തും പുറത്തും പ്രതികൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പ്രതികളെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതായി പോലീസ് അറിയിച്ചു. അലുവാദുൽ വധക്കേസിൽ വാട്സപ്പ് വഴി ക്രൗഡ് ഫണ്ടിംഗ് നടന്നതായും സൂചനയുണ്ട്. ജിം സന്തോഷിന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ സമാഹരിച്ച പണം കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്നാണ് സംശയം. നിരോധിത സംഘടനകളുടെ ഫണ്ടിംഗ് ഉണ്ടോ എന്നറിയാൻ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതുലിനെ കൊലപ്പെടുത്തിയ കടത്തൂർ സംഘത്തിന് വയനകം സംഘത്തിന്റെ ഭീഷണിയുണ്ടെന്നാണ് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മുന്നറിയിപ്പ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അലുവാദുലിനെ അക്രമി സംഘം നട റോഡിലിട്ട് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാവിലെ അതുൽ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഹാജരായി മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം. ജാമ്യത്തിലിറങ്ങിയാൽ എല്ലാ ശനിയാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരാകാനായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതികൾ ആക്രമണം ആസൂത്രണം ചെയ്തതും കൃത്യം നടത്തിയതും. ന്യൂസ് 18 കൊല്ലം. പോലീസ് പട്രോളിൽ പോകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കോടതിയിലേക്കാണ്. പകൽ കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് ഏറെ ആശങ്ക പരത്തി വലിയൊരു ബഹളം കേട്ടു. ആളുകൾ ഓടിക്കൂടിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കോടതിക്ക് മുന്നിൽ ഒരാളുടെ ആത്മഹത്യാ ശ്രമമാണ്. അഭിഭാഷകരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. തീ കൊളുത്തി ജീവനെടുക്കാൻ ശ്രമിച്ച നെയ്യാറ്റിൻകര സ്വദേശി മധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരായ പരാതിയിൽ വസ്തുവിലെ വിലക്ക് മാറ്റി നൽകാത്തതിലുള്ള പ്രതിഷേധമായാണ് ആത്മഹത്യക്ക് മുതിർന്നതെന്ന് പോലീസ് പറയുന്നു. നെയ്യാറ്റിൻകര ആശുപത്രി ജംഗ്ഷന് സമീപം താമസിക്കുന്ന മധു എന്ന 57-കാരനാണ് രാവിലെ കോടതിയിൽ കടുംകൈക്ക് മുതിർന്നത്. MACT കോടതി ഓഫീസിന് സമീപത്തായിരുന്നു സംഭവം. കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ അഭിഭാഷകർ ഇയാളെ തടഞ്ഞ് പെട്രോൾ കുപ്പി ഉൾപ്പെടെ കൈവശപ്പെടുത്തിയതിൽ ദുരന്തം ഒഴിവായി. തുടർന്ന് മധുവിനെ നെയ്യാറ്റിൻകര പോലീസിന് കൈമാറി. മധുവിനെതിരായുള്ള പരാതിയിന്മേൽ വസ്തുവിലെ വിലക്ക് മാറ്റി നൽകാത്തതിലുള്ള പ്രതിഷേധമായാണ് ആത്മഹത്യക്ക് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ചില മനുഷ്യരുണ്ട്, ഒരാളുടെ മനസ്സിൽ പക തോന്നിയാൽ എങ്ങനെയും പ്രതികാരം വീട്ടും. ആക്രമിക്കാനും അപായപ്പെടുത്താനും ഏതു മാർഗവും സ്വീകരിക്കും. മംഗളൂരുവിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വ്യവസായിയെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ദൃശ്യങ്ങൾ കണ്ടാൽ പേടി തോന്നും. വ്യവസായി മോഹൻദാസ് ഷെട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫൽബീർ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെരീഫിൻ്റെ പിതാവുമായുള്ള സാമ്പത്തിക പ്രശ്നമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. മംഗളൂരുവിൽ 2 കോടി രൂപയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് വ്യവസായിയെ സിനിമാ സ്റ്റൈലിൽ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 26-കാരൻ അറസ്റ്റിലായി. മംഗളൂരു ഫൽനീർ സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് അറസ്റ്റിലായത്. മല്ലിക്കട്ട സ്വദേശിയും വ്യവസായിയുമായ മോഹൻദാസ് ഷെട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. മംഗളൂരു നഗരത്തിലെ ആര്യ സമാജ റോഡിലാണ് സംഭവം. ഷെരീഫിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാലും ഷെട്ടിയുമായി ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു.
സൂറത്തൽ വാമഞ്ചൂർ പ്രദേശങ്ങളിൽ 2 കോടിയോളം രൂപ ഇയാൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിലും വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഇതിന്റെ വിരോധത്തിലാണ് ഷെട്ടിയെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ മംഗളൂരു പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 മംഗളൂരു. ഈ രാജ്യത്ത് നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്. പൊതുനിരത്തിൽ അഭ്യാസ പ്രകടനം കാട്ടുന്നവർ, പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നവർ. തിരുവനന്തപുരം വർക്കല പാപനാശം കടപ്പുറത്ത് അത്തരമൊരു സാഹസിക പ്രകടനം കണ്ടു. ആഡംബര കാറായ പജീറോ ഉപയോഗിച്ച് സാഹസിക ഡ്രൈവിംഗ് നടത്തിയ സംഭവത്തിൽ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൺമുന്നിൽ വെച്ച് അപകടകരമായ രീതിയിൽ കാർ ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനം ഓടിച്ച ആറ്റിങ്ങൽ സ്വദേശി കാർത്തികിന് പിഴയും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് വിനോദസഞ്ചാരികളും ബലിതർപ്പണത്തിനായി എത്തിയ ഭക്തരും നിറഞ്ഞ ബീച്ചിൽ പരിഭ്രാന്തി പരത്തിയ സംഭവം അരങ്ങേറിയത്. പാപനാശം ബീച്ചിൽ ബലിതർപ്പണം നടക്കുന്ന ഭാഗത്ത് പടിക്കെട്ടിലൂടെ വാഹനം കടൽ തീരത്തേക്ക് ഓടിച്ച് ഇറക്കുകയായിരുന്നു. ബലിതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇടയിലൂടെ അതിവേഗത്തിലാണ് വാഹനം ഓടിച്ചത്. പടിക്കെട്ടുകളിലൂടെ വാഹനം താഴേക്കിറക്കിയതും മണൽപ്പരപ്പിലൂടെയുള്ള അമിതവേഗവും വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിച്ചത്. ബീച്ചിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഡ്രൈവറെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ യാതൊരു കൂസലുമില്ലാതെ ഡ്രൈവർ വാഹനം വന്ന പടിക്കെട്ടിലൂടെ തന്നെ മുകളിലേക്ക് ഓടിച്ചു കയറ്റി സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. സംഭവത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത്. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി കാർത്തിക്കാണ് വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിന് 11,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ക്രിമിനൽ സംഘങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന പണിയാണ് കവർച്ചയും ലഹരിക്കടത്തും. ചെറിയ അടിപിടി കേസിൽ ജയിലിലാകുന്നവർ പിന്നീട് പുറത്തിറങ്ങിയാൽ മയക്കുമരുന്ന് ഇടപാടുകളിലേക്ക് കടക്കുന്നതാണ് രീതി. കാപ്പ കേസ് പ്രതിയായ മലപ്പുറം വടപുറം സ്വദേശി ഫാസിൽ MDMA വിൽപ്പനയും ഗുണ്ടായിസവുമായി നാട്ടുകാർക്ക് ഒരു പൊതുശല്യമാണ്. നിലമ്പൂരിൽ 20 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഫാസിലിന് പിടിവീണു. നേരത്തെ ലഹരി കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ജനുവരി 11-ന് മമ്പാട് പൊങ്ങല്ലൂരിൽ 20 ഗ്രാം MDMA പിടികൂടിയ കേസിലാണ് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിലും ലഹരിമരുന്ന് കേസിലും ഉൾപ്പെടെ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. അരീക്കോട് നിന്നാണ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊങ്ങല്ലൂരിൽ MDMAയുമായി പിടിയിലായ എടവണ്ണ സ്വദേശി ഫെബിൻ ഷാദിന് MDMA എത്തിച്ചു നൽകിയത് ഫാസിലാണെന്ന് പോലീസ് പറഞ്ഞു. ഫാസിലിനെതിരെ ഫെബിൻ ഷാദ് മൊഴി നൽകിയിരുന്നു. ഇതിനുശേഷം ഫാസിലിനായി അന്വേഷണം നടത്തി വരികയായിരുന്നു പോലീസ്. നിലമ്പൂർ CI ബിനു BS ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഫാസിലിനെതിരെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് വണ്ടൂർ, നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട്. നിരവധി മോഷണ കേസുകളിലും പ്രതിയായതോടെയാണ് ഫാസിലിനെതിരെ കാപ്പ ചുമത്തിയത്. ന്യൂസ് 18 തിരൂർ. സിനിമയിലെ കണ്ണൂർ സ്ക്വാഡിനെ പോലെയാണ് ഷൊർണൂരിലെ ക്രൈം സ്ക്വാഡ്. ഇതര സംസ്ഥാനങ്ങളിൽ പോയി ഏത് കൊടും കുറ്റവാളിയെയും സാഹസികമായി പിടികൂടുന്ന ധൈര്യശാലികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം. പാലക്കാട് കൂറ്റനാട് കവർച്ചാ കേസിലും ചാലിശ്ശേരി പോലീസിനൊപ്പം ദൗത്യം ഏറ്റെടുത്തത് ഷൊർണൂർ സ്ക്വാഡാണ്. മോഷണം നടന്ന് 2 ദിവസത്തിനുള്ളിലാണ് പ്രതികളെ പോലീസ് പൊക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തെ കവർച്ചാ കേസിൽ ബംഗാളിലെ സിംഗൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് ഇതേ സംഘം തന്നെയായിരുന്നു.
വീട്ടുകാർ പൂരം കാണാൻ പോയ സമയത്ത് കൂറ്റനാട് തൊഴുക്കാടുണ്ടായ മോഷണക്കേസിലെ പ്രതികളെയാണ് വേഗത്തിൽ പിടികൂടിയത്. സമീപത്തെ CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളല്ലാതെ യാതൊരു തുമ്പുമില്ലാതിരുന്ന കേസിലാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘം 2 ദിവസം കൊണ്ട് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. മോഷണവിവരം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തി പരിശോധന. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികൾ കാസർഗോഡ് ഉണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. ഞായറാഴ്ച രാത്രിയിൽ തന്നെ കാസർഗോഡെത്തി മോഷ്ടാക്കൾക്കായി വല വിരിച്ചു. ഇരുവരും ഒളിവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഷൊർണൂർ ക്രൈം സ്ക്വാഡും ചാലിശ്ശേരി പോലീസും ചേർന്ന് തിങ്കളാഴ്ച പുലർച്ചെ പ്രതികളെ പിടികൂടിയത്. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ചാലിശ്ശേരി SHO ബിജോയുടെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് സംഘവും ചേർന്നായിരുന്നു ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത്. ഇത്ര ദൂരം ഉടൻ പോലീസ് തേടിയെത്തില്ലെന്ന് കരുതിയ പ്രതികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പോലീസ് നടപടി. പ്രതികളായ AH ഹാഷിം, മനോജ് എന്നിവരെ പിടികൂടിയ അന്വേഷണ സംഘം ഇവർ കവർന്ന 25 പവൻ സ്വർണവും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. വിവിധ നാടുകളിലെ ഉത്സവങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ് ഇവരുടെ മോഷണമെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവം കാണാൻ വീട് പൊട്ടിപ്പോകുന്നവരുടെ വീടുകൾ കയറി അരമണിക്കൂറിനുള്ളിൽ മോഷണം നടത്തി തിരിച്ചിറങ്ങുന്നതാണ് പ്രതികളുടെ രീതി. മാസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം കടമ്പൂരിൽ നടന്ന കളവിന് ശേഷം സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ജിയാവുളിനെ ബംഗാളിലെ സിംഗൂരിൽ നിന്ന് കൈയോടെ പിടികൂടിയ കേസിലും ഷൊർണൂർ സ്ക്വാഡ് ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബംഗളൂരുവിലെ ഫ്ളാറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് പ്രവാസി നിക്ഷേപകർ മാർച്ച് നടത്തി. ക്രൗൺ പ്ലാസ ഇന്റർനാഷണൽ ഹോട്ടലുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പിന് ഇരകളായവരാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി കേസിൽ ഭാര്യയ്ക്കും കാമുകനും ജീവപര്യന്തം കഠിന തടവും 8 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ബംഗാൾ സ്വദേശികളായ രേഷ്മ, ധീരു എന്നിവരെയാണ് തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 ഡിസംബർ 13 ചേർപ്പിലെ വാടക വീട്ടിൽ വെച്ചാണ് ബംഗാൾ സ്വദേശി മൻസൂർ മാലിക് കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ രാജ ഗൌസ് അറസ്റ്റിൽ. അഭിഭാഷകയും ലിവിംഗ് ടുഗദർ പങ്കാളിയുമായ യുവതിയെ തോക്കുചൂണ്ടി പീഡിപ്പിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. സോഷ്യൽ മീഡിയയിലെ റീലുകളും ഫോട്ടോകളും കണ്ട് സൗഹൃദം കൂടാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇക്കാലത്ത് മൊബൈൽ ഫോണുകളിലെ ക്യാമറയിൽ സൗന്ദര്യം കൂട്ടാനുള്ള പല ഫിൽറ്ററുകളുമുണ്ട്. ഇൻസ്റ്റഗ്രാമിലും FBയിലും കാണുന്നത് പോലെയാകില്ല പലരുടെയും തനി സ്വരൂപം. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഫിൽറ്റർ ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പെൺകുട്ടികളെ വശീകരിക്കുന്ന ബിരുദന്മാരെ സൂക്ഷിക്കണം. അങ്ങനെ യുവതികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന കിനാവിൻ്റെ രാജകുമാരനെ പരിചയപ്പെടാം. മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി മുഹമ്മദ് ജസീൽ ആള് നിസ്സാരക്കാരനല്ല. കിനാവിൻ്റെ രാജകുമാരൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരവധി ഫോളോവേഴ്സുള്ള യുവാവാണ്. ഇങ്ങനെ പരിചയപ്പെടുന്ന പെൺകുട്ടികളെ സൗഹൃദം നടിച്ച് പീഡിപ്പിക്കുകയും അവരുടെ സ്വർണം കൊള്ളയടിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. കോഴിക്കോട് വളയം സ്വദേശിനിയായ യുവതി പരാതി നൽകിയതോടെ ജസീലിന് പിടിവീണു. ഇയാൾക്കെതിരെ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ റീലും ഫോട്ടോയും കണ്ട് പ്രണയിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഇതുപോലുള്ള തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ ശേഷം ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.